പെർഫോമൻസ് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാൻ. അപ്പയ്ക്കും ഒരു കോള്. അവിടെ സദ്യ വിളമ്പി തുടങ്ങി. പെട്ടെന്നെത്തിയാൽ മാത്രമേ അത് കിട്ടുള്ളൂന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. വലിച്ച് പറിച്ചൂരലായിരുന്നു. എങ്ങാനും ആ സദ്യ ഞാൻ മിസ് ചെയ്ത ഒരു കൊല്ലത്തേക്ക് എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റൂലായിരുന്നു. ധൃതി കൂടിപ്പോയിട്ടാന്ന് തോന്നുന്നു. ആദ്യം ഊരേണ്ടതെല്ലാം ഞാൻ അവസാനമാണ് ഊരിയത്. സ്കേർട്ട് ഊരിയതിന് ശേഷമാണ് കാലിൽ ചിലങ്കയുണ്ടെന്നുള്ള ബോധം പോലും എനിക്ക് വന്നത്. ഈ കൊല്ലം ഒറ്റ ഓണം സെലിബ്രേഷന് മാത്രമേ പോകാൻ പ്ലാൻ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സാരി എനിക്ക് നിർബന്ധമായിട്ട് ഉടുക്കണമായിരുന്നു. എൻ്റെ ഗംഭീരമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് സാരി ഞാൻ തലേന്ന് തന്നെ പ്രീപ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചു. അതാകുമ്പോൾ ജസ്റ്റ് എടുത്തൊന്ന് ചുറ്റിയാൽ മതിയല്ലോ. എൻ്റെ കാജലിനോട് ലിപ്സ്റ്റിക്കിനോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നിയ മൊമെൻ്റ് ആയിരുന്നു. എത്ര തുടച്ചിട്ട് അവരവിടെ നിന്ന് അനങ്ങുന്നില്ലായിരുന്നു. അവസാനം ഫേസ് വാഷ് ഇട്ട് കഴുകി തുടച്ചെടുത്തു. ഒരു പ്രാവശ്യം പുട്ടിയിട്ട് കഴുകി കളഞ്ഞുകൊണ്ട് പിന്നെയും പുട്ടിയിടാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. കാജല്, പുട്ടി, ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ് മതി. ഒരു മലയാളി മങ്കിയാവാൻ ഇത് തന്നെ ധാരാളം. അങ്ങനെ ഭാഗ്യത്തിന് ഇക്കൊല്ലത്തോണ സദ്യ കിട്ടി.